നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയല്ലേ? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തിരിച്ചടികൾ വരും. ചില സമയത്ത് അതൊരു വലിയ നഷ്ടമായിട്ട് എല്ലാം തീർന്നു എന്നുവരെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള സമയങ്ങളിൽ ആ ഒരു ഇരുട്ടിൽ ഒരു വെളിച്ചം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാടിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊരുമിച്ച് ഈ യാത്ര തുടങ്ങാം. ഈയൊരു വാചകം ശരിക്കും നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ഒന്നാണല്ലേ? ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോയെന്ന് തോന്നും. നമ്മൾ നമ്മുടെ സർവ്വവും കൊടുത്ത് ഒരു കാര്യത്തിനു വേണ്ടി ശ്രമിച്ചിട്ട് അവസാനം കയ്യിലൊന്നുമില്ലാതെ നിൽക്കുന്നൊരു നിമിഷമുണ്ടല്ലോ. ആ ഒരു ഫീലിംഗ്, അത് നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാകും. അതെ, നമ്മൾ അത്രയേറെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യം, അത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുമ്പോൾ ഉള്ളിലൊരു ശൂന്യത വരും. ആ ഒരു നിരാശ, അത് വളരെ നോർമലാണ്. അതിലൊരു തെറ്റുമില്ല. അങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ്. ഈ ഒരു തോന്നല് നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ ഒന്ന് നോക്കിയാലോ? ഈ നഷ്ടബോധം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു അടിത്തറ എന്താണ്? എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്? പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മളെ വല്ലാതെ തളർത്തിക്കളയുന്നത്. ഒന്നാമത്തത്, ഞാൻ തോറ്റുപോയി എന്നുള്ള ആ ഒരു ചിന്ത. പിന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം കിട്ടാതെ വരുമ്പോഴുള്ള ആ വേദന. മൂന്നാമതായി, ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. ഈ 3 കാര്യങ്ങളും നമ്മളെ ശരിക്കും പിടിച്ചുലയ്ക്കും, അല്ലേ? പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തുവരാൻ പറ്റും? അവിടെയാണ് നമ്മുടെ ചിന്താഗതിയിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരേണ്ടത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സാഹചര്യത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണത്. ഇതാണ് ആ ഒരു മാന്ത്രിക വാക്യം, നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. ഇപ്പം നടക്കുന്നത് നമുക്ക് ഭയങ്കര വേദന തരുന്ന ഒന്നായിരിക്കാം, ഒരു സംശയവുമില്ല. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിച്ചാൽ ഇത് നമ്മുടെ നല്ലതിനു വേണ്ടിയുള്ള ഒരു വലിയ പ്ലാനിന്റെ ഭാഗമാണെങ്കിലോ? ഇവിടെയാണ് നമ്മളൊരു പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് അല്ലെങ്കിൽ കാഴ്ചപ്പാടിലൊരു മാറ്റം കൊണ്ടുവരുന്നത്. ഇതിൻ്റെ അർത്ഥം നടന്ന കാര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കുകയല്ല. ഇല്ല, സംഭവിച്ചത് സംഭവിച്ചു. പക്ഷേ അതിനെ നമ്മൾ കാണുന്ന രീതി മാറ്റുകയാണ്. അതിനൊരു പുതിയ അർത്ഥം കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ വീണ്ടും നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ ശരി, ഈ പുതിയ കാഴ്ചപ്പാട് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ നഷ്ടങ്ങൾക്ക് എന്ത് സംഭവിക്കും? അവയുടെ അർത്ഥം എങ്ങനെ മാറും? നമുക്ക് നോക്കാം. ഇതൊന്ന് നോക്കൂ. ഇന്ന് നമ്മളൊരു നഷ്ടമെന്ന് കരുതുന്ന കാര്യം നാളെ ഒരു പക്ഷേ നമ്മളെ അതിലും വലിയൊരിടത്തേക്ക് എത്തിക്കാനുള്ളൊരു വഴിയായിരിക്കാം. അതുപോലെ ഇന്ന് നമുക്ക് കിട്ടാതെ പോയ ഒരു അവസരം, അത് ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്തൊന്നായിരുന്നിരിക്കാം. പ്രകൃതി നമ്മളെ അതിൽ നിന്ന് രക്ഷിച്ചതുമാവാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മുടെ മുഖത്തിന് നേരെ ഒരു വാതിൽ അടയുമ്പോഴല്ലേ നമ്മൾ പുതിയ വാതിലുകൾ തിരഞ്ഞു തുടങ്ങുന്നത്? അതുപോലെ തന്നെയാണിതും. ഇന്ന് നമുക്ക് വലിയൊരു നഷ്ടമായി തോന്നുന്ന ഈ സംഭവം ഒരുപക്ഷേ നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു വലിയ ലോകത്തേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പായിരിക്കാം. നമുക്ക് ഒരു അവസരം കിട്ടാതെ പോകുമ്പോൾ വിഷമം